എന്നിട്ട് അഫ്സൽ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. ഷീ വിൽ അണ്ടർസ്റ്റാൻഡ് ദ എക്സ്ട്രീം ബാഡ് ഫേസ് ഐ വെന്റ് ത്രൂ. പുറത്തുനിന്ന് ഒരാൾക്ക് വാക്ക് കൊടുത്ത് വന്നിട്ട് അതിനുശേഷം ഉള്ളിലേക്ക് വരുമ്പോൾ ആ വാക്ക് മാറ്റുന്നത് മനുഷ്യർക്ക്. ജാസ്മിൻ ജാഫറിനെതിരെ ഓൾറെഡി ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ കേസ് കൊടുത്തേക്കുക. അതിൽ ഓൾറെഡി 271 പേര് സൈൻ ചെയ്തിട്ടുണ്ട്. റേസിസം, സ്റ്റോപ്പ് റേസിസം എന്നൊക്കെ പറഞ്ഞ്. അതിന് ചെറുതായിട്ടൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ബിഗ് ബോസ് മലയാളം ഷോ എയർഡ് ഓൺ ഏഷ്യാനെറ്റ്. അതിൽ തന്നെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. റിഗാർഡിംഗ് ദ കണ്ടക്ട് ഓഫ് വൺ ഓഫ് ഇറ്റ്സ് കണ്ടസ്റ്റന്റ് ജാസ്മിൻ ജാഫർ ആൻഡ് apparent inaction by the show's management and broadcasting channel in addressing to a racist remark towards another contestant named ജിൻഡോ. ജിൻഡോയെ കുറിച്ച് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ റോങ് ആണ്. അത് ജാസ്മിൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ജാസ്മിൻ പുറത്തിറങ്ങുമ്പോൾ ഇതിലൂടെ കാണുമ്പോഴത്തേക്ക് എന്തായിരിക്കും സിറ്റുവേഷൻ അറിയത്തില്ല. ഈ ബ്യൂട്ടി വ്ളോഗർ ആണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം പോലും അറിയാതെ അതിനകത്ത് പോയിരുന്നവരെന്ന് വിളിച്ചു പോയി പറയുന്നത്. ഓരോരുത്തരെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുമ്പം മനസ്സിൽ എത്രത്തോളം ജാസ്മിൻ തന്നെ പറയുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന വിഷമാണോ ഇവിടുത്തെ സൗന്ദര്യമാണോ ജാസ്മിൻ അവിടെ കാണിച്ചത്. ഇന്നലത്തെ ഒരു പ്രമോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അതിനകത്ത് ജാസ്മിൻ്റെ അടുത്ത് ഗബ്രി പറയുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് ഗബ്രി പറയുന്നുണ്ട്, എനിക്ക് തന്നെ ഇഷ്ടമാണ്. ജാസ്മിനും പറയുന്നുണ്ട് എനിക്ക് തന്നെ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല. കാര്യം എനിക്ക് ഈ കാസ്റ്റും ഇതൊക്കെ ആയിരിക്കും പ്രശ്നം. റിലീജിയനും കാസ്റ്റും ഒക്കെ തന്നെ പ്രശ്നം, വേറെ അതൊന്നുമല്ല. കല്യാണം കഴിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനൊരു പുതിയ നാടകമായിരിക്കും. കാര്യം റസ്മിൻ ഉണ്ടല്ലോ കൂടെ. അപ്പം നാടകം കളിക്കാൻ അധികം ആൾക്കാർ ആവശ്യമൊന്നുമില്ല. ആരെഴുതി കൊടുത്ത കഥയും നടത്തില്ല. അതിനനുസരിച്ച് രണ്ടുപേരും. പക്ഷേ ജാസ്മിൻ്റെ അഭിനയം ഭയങ്കര മോശമായിട്ട് അതിനകത്ത്. നിങ്ങൾ ആ പ്രമോ കണ്ടാൽ മനസ്സിലാവും. പക്ഷേ ഗബ്രി മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ഗബ്രിയുടെ അളവും ഈ പറഞ്ഞ തിരുവാതിര എല്ലാം അതിനകത്ത് എടുത്തിട്ടുണ്ട്. മനുഷ്യത്വത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടാണ്. അപ്പം നമ്മുടെ ബിഗ് ബോസിൽ തന്നെ പുറത്തു പോയ നിഷാന എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ഇതിനെക്കുറിച്ച് സംസാരിക്കും. നിങ്ങൾ കേട്ടോ? കാരണം ബാക്കി നമുക്ക് പറയാം. എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയട്ടെ. ഈ പറഞ്ഞവരെല്ലാം കൃത്യമായിട്ട് മനുഷ്യത്വം പാലിക്കുന്നവരാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എങ്കിലും പുറത്തുനിന്ന് ഒരാൾക്ക് വാക്ക് കൊടുത്ത് വന്നിട്ട് അതിനുശേഷം ഉള്ളിലേക്ക് വരുമ്പോൾ ആ വാക്ക് മാറ്റുന്നത് മനുഷ്യത്വത്തിൽപ്പെട്ടതാണോ? ചിന്തിക്കുക. പുറത്തുനിന്ന് ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ട് ഉള്ളിലേക്ക് വരുമ്പം ആ വാക്ക് മാറ്റുന്നത് മനുഷ്യത്വത്തിൽ പെട്ടതാണോ? എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾ കമന്റ് ചെയ്യും. കാര്യം അത്രത്തോളം ഒരു ചീറ്റിംഗ് ആണല്ലോ അവിടെ ചെയ്തത്. അതിന് വേറെ എന്തെങ്കിലും പേരായിരിക്കട്ടെ. കാര്യം ഇതിനെ വെളുപ്പിക്കാൻ കുറച്ച് ജാസ്മിൻ ഫാൻസ് വരുവേ. പിന്നെ നിങ്ങളുടെ പണി നടക്കട്ടെ, നിങ്ങളുടെ വൈറ്റ് വാഷിംഗ് നടക്കട്ടെ. കാര്യം വെളുപ്പിച്ച് താജ്മഹൽ മാറി നിൽക്കും. ആ രീതിയിലാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആവട്ടെ. ഇൻസ്റ്റയിൽ ഇന്നലെ ബിഗ് ബോസിന്റെ ഒരു പ്രമോ വന്നതിന് തൊട്ട് താഴെ വന്നിട്ട് അഫ്സൽ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. ഷീ വിൽ അണ്ടർസ്റ്റാൻഡ് ദ എക്സ്ട്രീം ബാഡ് ഫേസ് ഐ വെന്റ് ത്രൂ. 7 months ഷീ മെയ്ഡ് മീ എ ഫൂൾ ഇൻ നെയിം ഓഫ് ലവ്. ഐ ബിലീവ് ഇൻ കർമ്മ. ചില ആൾക്കാരാ കർമ്മയിൽ ബിലീവ് ചെയ്യും. കാര്യം കൊടുത്താൽ തിരിച്ച് കിട്ടും, കറങ്ങി വരും. അതങ്ങനെ. അപ്പം ജാസ്മിൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ, തെറ്റാണ് ചെയ്തതെന്ന് ഇപ്പോഴും ചില ആൾക്കാരെങ്കിലും വിശ്വസിക്കുന്നെങ്കിൽ, ഈവൻ ജാസ്മിൻ്റെ മനസ്സിൽ ഉള്ളിലെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് തിരിച്ചടിക്കും എന്നാണ് അഫ്സൽ പറയുന്നത്. എന്ത് തന്നെയായാലും ജാസ്മിനെ കുറിച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ അഭിപ്രായം നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക. നമുക്ക് കാണാം. കാര്യം ജാസ്മിൻ്റെ പുതിയ നാടകങ്ങൾക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം.